അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമാകുകയാണ്. ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഇനി യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആഗോള എണ്ണ വിപണിയെയും ഓഹരി വിപണിയെയും ഇത് ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. എണ്ണവില ഉയരുന്നതോടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ആശങ്കകളാണ് ഉയർന്നത്. ഇന്ത്യയുടെ ഓഹരി വിപണിയിലും ഇതിന്റെ ആഘാതം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഏകദേശം 3% ഉയർന്ന് ഒരു ബാരലിന് $90 കടന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന ആശങ്കയാണ് എണ്ണവില ഉയരാൻ പ്രധാന കാരണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് വലിയ തോതിൽ എണ്ണ കയറ്റുമതി നടക്കുന്നത്. ഈ വഴിയിലുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുകയോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ ലോകവിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയുമെന്ന ഭയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനിടെ ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3ാമത്തെ അമേരിക്കൻ സൈനികനും കൊല്ലപ്പെട്ടതായി അമേരിക്ക സ്ഥിരീകരിച്ചു. നേരത്തെ കൊല്ലപ്പെട്ട 2 ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കാണാതായ ഒരാളെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെയാണ് ചില മൃതദേഹ അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇവയുടെ പരിശോധന തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങൾക്കെതിരെ തുടർച്ചയായ 9ാം രാത്രിയിലും വ്യോമാക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കും സാധാരണ നാവികർക്കും ഭീഷണിയാകുന്ന ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതെയാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് അമേരിക്ക സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. സംഘർഷം നീണ്ടുപോകുന്നത് എണ്ണ വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വിതരണം കുറയ്ക്കുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ധന ലഭ്യത ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നാൽ അടുത്ത മാസങ്ങളിൽ ആഗോള എണ്ണശേഖരം കുറയാൻ സാധ്യതയുണ്ടെന്നും വില ഇനിയും ഉയരാമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $95 മുതൽ $105 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം ഇന്ത്യയുടെ ഓഹരി വിപണിയിലും പ്രകടമായി. വ്യാപാര ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ പ്രധാന സൂചികകൾ കനത്ത നഷ്ടം രേഖപ്പെടുത്തി. സെൻസെക്സ് 575 പോയിന്റ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 152 പോയിന്റ് താഴ്ന്നു. ബാങ്കിംഗ് ഓഹരിയിലുണ്ടായ ശക്തമായ വിൽപ്പന സമൃദ്ധവും വിപണിയെ പിന്നോട്ട് വലിച്ചു. പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ ജൂൺ പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിക്ഷേപകരുടെ പ്രതികരണം നിരാശാജനകമായിരുന്നു. വായ്പാ വളർച്ചയും ആസ്തി നിലവാരവും തൃപ്തികരമല്ല എങ്കിലും ലാഭത്തിൽ പ്രതീക്ഷിച്ചാലും കൂടുതൽ കുറവുണ്ടായെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ബാങ്കിംഗ് ഓഹരികളിൽ വലിയ തോതിൽ വിൽപ്പന നടന്നു. HDFC ബാങ്കിന്റെ ഓഹരി 5% ഇടിഞ്ഞു. ആക്സിസ് ബാങ്കിന്റെ ഓഹരിയും 5% വരെ താഴ്ന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്കും യെസ് ബാങ്കും 3% നഷ്ടം രേഖപ്പെടുത്തി. ബാങ്കിംഗ് മേഖലയിലെ ഈ ഇടിവ് ബാങ്ക് നിഫ്റ്റിയും ബാധിച്ചു. ഏകദേശം 2% ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയത്. ഒരു വശത്ത് യുദ്ധവും മറുവശത്ത് എണ്ണവില വർധനയും കൂടാതെ കമ്പനികളുടെ സാമ്പത്തിക ഫലങ്ങളിലുള്ള നിരാശയും ചേർന്നതാണ് വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചതെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. എണ്ണവില ഉയരുന്നത് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം കൂടുതൽ വില നൽകി എണ്ണ വാങ്ങേണ്ടി വരുമ്പോൾ ഗതാഗത ചെലവും ഉൽപാദന ചെലവും വർദ്ധിക്കും. അതിന്റെ പ്രതിഫലനം പിന്നീട് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനും കാണാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഇറാൻ സംഘർഷം യുദ്ധഭൂമിയിൽ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയിലും വലിയ സ്വാധീനം ചെലുത്തുകയാണ്. എണ്ണവില ഉയരുന്നതും ഓഹരി വിപണി ഇടിയുന്നതും അതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇനി സംഘർഷം ഏത് ദിശയിലേക്ക് പോകുമെന്നതും ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി എങ്ങനെ മാറുമെന്നതുമാണ് ലോകരാജ്യങ്ങളും സാമ്പത്തിക വിപണികളും ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.